ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് വന്നേക്കുന്നത് ഒരു അടിപൊളി ഐറ്റമായിട്ടാണ്. ചിക്കൻ ഹണി റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതിന് മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ആ തൊട്ടിപ്പുറത്ത് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാലേ നമ്മളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അതിനായി നമുക്ക് എന്തൊക്കെ വേണമെന്നൊന്ന് നോക്കാം. അപ്പോൾ ഇതാ നമ്മൾ ചിക്കനൊക്കെ ഇവിടെ മസാലയൊക്കെ പുരട്ടിയിട്ടുണ്ട്. ഇതിൽ ഞാൻ മസാല പുരട്ടാനായിട്ട് 1 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ എടുത്ത്, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 1 ടീസ്പൂണ് വിനാഗിരി, 1 ടീസ്പൂൺ സോയാ സോസ്. ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്താണ് എടുക്കേണ്ടത്. സാധാ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യണ പോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുക. ഇതിൻ്റെ അളവുകളൊക്കെ നിങ്ങൾക്ക് കൂട്ടാം. ഞാനിപ്പോൾ എൻ്റെ ഇവിടെ എടുത്ത ചിക്കൻ്റെ അളവ് മാത്രമാണ് പറഞ്ഞേക്കണത്. അപ്പോൾ ഇതാ ഞാൻ എല്ലാ ചിക്കനും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ചിക്കന് വേണ്ടി ഒരു സോസ് തയ്യാറാക്കാനുണ്ട്. അപ്പോൾ നമുക്ക് അതിനെന്തൊക്കെ വേണമെന്ന് നോക്കാം. അതിനായിട്ട് നമുക്കൊരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. നമ്മളിതുപോലത്തെ ചൈനീസ് ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളിയും, പിന്നെ ഒരു ചെറിയൊരു സവാള കുഞ്ഞിതായിട്ട് അരിഞ്ഞതാണ്, പിന്നെ ഒരു ചെറിയൊരു പച്ചമുളകും കൂടി അരിഞ്ഞതാണ്. ഇനി നമുക്കിതൊന്ന് ചെറുതായി ഒന്ന് വാട്ടിയെടുക്കുക. ഒരുപാടൊന്നും വാടണ്ട. ഇനി ഇതിലേക്കൊരു 2-3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചു കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ സോയാ സോസും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ റെഡ് ചില്ലി സോസ് 1 ടേബിൾ സ്പൂൺ കൂടി ഒഴിച്ചു കൊടുക്കുക. അതും കൂടി ഒഴിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ വേവിച്ച് വെച്ചാൽ നമ്മൾ ഫ്രൈ ചെയ്ത നമ്മുടെ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഫ്ലെയിം ഓഫ് ചെയ്യണം. സോസ് ഇതായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഹണി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഏറ്റവും ടേസ്റ്റ് ഹണി വരുന്നതാണ്. അപ്പം നിങ്ങൾ ഹണി എന്തായാലും ചേർക്കണം. ഇനി അതിലേക്ക് നമുക്ക് ഇത്തിരി ഒറിഗാനോ കൂടി ചേർത്ത് കൊടുക്കാം. നിർബന്ധമില്ല, കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. നമുക്കിതെല്ലാം കൂടി മിക്സ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ ഹണി ചിക്കൻ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്യുക കേട്ടോ.